മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ജീവൻ വിലയായി തന്ന് നമ്മെ സ്വന്തമാക്കിയ ഈശോയുടെ സ്നേഹവും സമാധാനവും നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരെയും നഴ്സസ് ടൈമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 127 1, 2 ഇങ്ങനെ പറയുന്നു: കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം കൊണ്ട് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നു. അതേ കൂട്ടുകാരെ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ നാഥൻ ഈശോ ആയിരിക്കണം. ഫാമിലി പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്ന് നാം കേട്ടിട്ടില്ലേ? ഓരോ ദിവസത്തിൻ്റെയും ഒടുവിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശീലം നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടോ? നമ്മുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി മൂലം പലപ്പോഴും കുടുംബ പ്രാർത്ഥന കൃത്യമായി നടത്തുവാൻ നമുക്ക് സാധിക്കാതെ പോകാറുണ്ടല്ലേ? ഇത്തരം സാഹചര്യങ്ങളിലും വൈകുന്നേരങ്ങളിലെ കുടുംബ പ്രാർത്ഥന രാവിലത്തേക്കോ ഉച്ച സമയത്തേക്കോ ഒക്കെ മാറ്റി സമയം ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്ന പല കുടുംബങ്ങളെയും നഴ്സസ് ടൈമിലൂടെ നാം പരിചയപ്പെട്ട് കഴിഞ്ഞു. അതേ കൂട്ടുകാരെ, ഏത് ഷിഫ്റ്റ് ഡ്യൂട്ടി ആണെങ്കിലും നമ്മുടെ കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം സമയം കണ്ടെത്തണം. നമ്മുടെ പ്രാർത്ഥനയും കൗദാശിക ജീവിതവും കണ്ടിട്ടല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്? അവരുടെ മുൻപിൽ നമുക്കൊരു നല്ല മാതൃകയാകാം. ഇപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ സ്നേഹവും കരുതലും ഒക്കെ തിരിച്ചറിഞ്ഞ ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം ഇപ്രകാരം പറയുന്നു: യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നദിയിലൂടെ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഈ തിരുവചനം സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു കുടുംബത്തെയാണ് ഇന്നത്തെ നേഴ്സസ് ടൈമിൽ നമ്മൾ പരിചയപ്പെടുന്നത്. എൻ്റെ പേര് റൂബി. ഞാൻ ദുബായിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ പേര് സിബി. ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 20 വർഷമായിട്ട് കുടുംബമായിട്ട് ദുബായിൽ താമസിക്കുന്നു. എൻ്റെ പേര് സെലസ്റ്റ. ഞാൻ ബാംഗ്ലൂരിൽ ഫസ്റ്റ് ഇയർ BA പഠിക്കുന്നു. ഞാൻ ഷൈൻ. ഞാൻ 10th ഗ്രേഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് ക്രിസ്റ്റ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതെൻ്റെ കുഞ്ഞനേം ജോൺ. ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. റൂബിയുടെ ജീവിതത്തിൽ ഈശോയോട് കൂടുതൽ ഈശോയുടെ സ്നേഹവും അനുഭവവും പരിപാലനയും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ആ സന്ദർഭം ഒന്ന് വിവരിക്കാമോ? ഞങ്ങൾ വിവാഹത്തിന് ശേഷം സാധാരണ എല്ലാവരെയും പോലെ കുടുംബജീവിതം സാധാരണ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിലെ പോലെ ഞായറാഴ്ച പള്ളിയിൽ പോകും. സന്ധ്യാപ്രാർത്ഥനയും അത്യാവശ്യ പ്രാർത്ഥനകളുമൊക്കെ ആയിട്ട് ഞങ്ങൾ ജീവിച്ചു പോന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ രണ്ടാമത്തെ മോളെ ഞാൻ 8 മാസം പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഉണ്ടാകുകയും ഞാൻ ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ വേദന അനുഭവപ്പെടുകയും ഞാൻ ഡോക്ടറെ പോയി കാണുകയും ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ രക്തസമ്മർദ്ദം വല്ലാതെ ഉയർന്നിരിക്കുന്നു, എനിക്ക് വേദന കൂടിക്കൂടി വരുന്നുണ്ട്. ഡോക്ടർ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് എന്നെ മെറ്റേണിറ്റി ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോർമലായിരുന്നു. 2 മണിക്കൂർ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് 2 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അത് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു ആ പ്രഗ്നൻസിയിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടേഴ്സ് ഒരു 12 മണി രാത്രി ആയപ്പോഴത്തേക്കും തീരുമാനിച്ചു, ഞാൻ നോർമലി 8 മാസമല്ലേ ആയുള്ളൂ, പ്രസവിക്കാൻ സാധ്യത കുറവായതുകൊണ്ട് എന്നെ
ഓപ്പറേഷനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കാനായിട്ട് ഉള്ള തീരുമാനമായി. അതനുസരിച്ച് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയും ആ സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പകുതി ബോധം ഉള്ളായിരുന്നു. എനിക്ക് ഒന്ന് ഇഞ്ചക്ഷൻ തന്ന് കിടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ബോധം പോയും വന്നും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ്. പക്ഷേ ഡോക്ടർ ഈ പറഞ്ഞ കാര്യം ഞാൻ കേട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞോ എനിക്ക് നഷ്ടമായി, എനിക്കിനി ഒരു സിസേറിയനും കൂടെ വെറുതെ താങ്ങാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് എനിക്ക് നോർമലായിട്ട് പ്രസവിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ ബോധം ഓൾമോസ്റ്റ് എല്ലാം മറഞ്ഞ പോലായി. ഇവരെന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആ കിടന്ന ബെഡോട് കൂടി തന്നെ തള്ളിക്കൊണ്ട് പോയി. അവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്ത അസ്വസ്ഥതകളായിരുന്നു. അവിടെ എത്തി ഞാൻ ഇടയ്ക്കിങ്ങനെ ബോധം വരുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥിക്കും ഈശോയോട്, എനിക്ക് നോർമലായിട്ട് പ്രസവിക്കണം. പെട്ടെന്ന് തന്നെ ഡോക്ടർ 2 മണിയോട് കൂടിയാണ് ഓപ്പറേഷൻ തീരുമാനിച്ചിരുന്നത്. ഏകദേശം ആ സമയമായപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് നോർമലി എനിക്ക് പ്രസവിക്കാനായിട്ട് ഉള്ള അനുഗ്രഹം ദൈവം തന്നു. പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ ഒരുപാട് ബ്ലീഡ് ചെയ്തിരുന്നു. എൻ്റെ HB 3 പോയിരുന്നു. അതോടെ എൻ്റെ ബോധം മുഴുവനായി മറഞ്ഞു. ബാക്കി ഉള്ള സംഭവങ്ങൾ എന്നെക്കഴിഞ്ഞ് നന്നായിട്ട് പറയാൻ പറ്റുന്നത് സിബിച്ചനായിരിക്കും. ശരിയാണ്. ഞാൻ ആ സംഗതി ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. രാവിലെ നടന്നുപോയ ആൾ എനിക്കൊരു ഫോൺ കോൾ കിട്ടുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആംബുലൻസ് കൊണ്ടുപോയി ഇറക്കുന്ന ഒരു സീനാണ് ഞാൻ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് ഡോക്ടേഴ്സ് നോക്കിയിട്ട് കൊച്ചിന് കുഴപ്പമൊന്നും കണ്ടില്ല. കുഴപ്പമില്ലാത്തൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. കുറഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു കൊച്ചു മരിച്ചു. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കൊച്ചിനെ പുറത്തെടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇവളാണെങ്കിൽ ഭയങ്കര വെപ്രാളം, മാസ്കൊക്കെ വലിച്ചെടുത്ത് എറിയുന്നതൊക്കെയാണ് കാണുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഞാൻ പിന്നെ നാട്ടിലേക്ക് വിളിച്ചു, 2 വീട്ടിലേക്കും വിളിച്ചു. അവർ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു. എല്ലാവരും വിളിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പം HB 3 ആണ് കാണിക്കുന്നത്. 8 കുപ്പി ബ്ലഡ് അന്നേരം തന്നെ ബ്ലഡ് കൊടുത്തു. ദൈവകൃപയാലാണ് രക്ഷപ്പെട്ടത്. ഡോക്ടേഴ്സിന് പിന്നെ സംശയമായിരുന്നു രക്ഷപ്പെടുമോ എന്നുള്ളത്. ശരിയാണ്. ദൈവത്തിൻ്റെ വലിയ കരുണ മറ്റുള്ളവരുടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ സംഭവമായിരുന്നു അത്. അതിനുശേഷം ഞാൻ 8 ദിവസത്തോളം ICUയിലായിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ നില പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാൻ എനിക്ക് 8 ദിവസം വേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് റുബല്ല വാക്സിൻ തരികയും 3 മാസത്തോളം പ്രഗ്നൻ്റ് ആകരുതെന്ന് പറയുകയും ചെയ്തു. പക്ഷേ 3-ാമത്തെ മാസം തന്നെ ഞാൻ ഗർഭിണിയാകുകയും ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ഞങ്ങൾ ഡോക്ടറിനെ പോയി കാണുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞത് ഈ സമയത്ത് ഗർഭിണിയായാൽ ആ ഇഞ്ചക്ഷൻ്റെ ഒരു ഫലം കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാനായിട്ട് 75% സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയണമെന്നാണ് ഡോക്ടർ ഉപദേശിച്ചത്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ വന്നു. വേറെയും കുറേ ഡോക്ടേഴ്സിൽ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അവരെയൊക്കെ പോയി കൺസൾട്ട് ചെയ്തു. അവരും ഞങ്ങളെ ഉപദേശിച്ചത് മറ്റൊന്നുമല്ല, ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓർക്കുകയും ചെയ്തു, ഞാൻ അന്ന് ജോലി ചെയ്തിരുന്ന സ്ഥലമെന്ന് പറയുന്നത് ബുദ്ധിമാന്ദ്യമുള്ള വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങളുടെ കൂടെയാണ്. അവരുടെ വാർഡിലായിരുന്നു. അവരെയെല്ലാം കാണുമ്പം എൻ്റെ കുഞ്ഞും ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്നോർത്ത് ഞാൻ എന്നും കരയാറുണ്ടായിരുന്നു. ആ സമയത്ത് പല ഡോക്ടേഴ്സും എല്ലാ ആഴ്ചയും എന്നെ സ്കാനിങ്ങിന് വിളിക്കും. അവർ പറയും സ്കാനിങ്ങിലൂടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല, പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇൻറ്റേർണലി വൈകല്യങ്ങളുണ്ടോ, ചെവിക്ക് കേൾവിക്കുറവോ കാഴ്ചക്കുറവോ അങ്ങനെയുള്ള വൈകല്യങ്ങളും ഉണ്ടാകാം. അത് നമുക്ക് പ്രസവത്തിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇത്ര നേരത്തെ ആയതുകൊണ്ട് അബോർട്ട് ചെയ്ത് കളയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിയെ വിളിക്കുകയും അമ്മച്ചിയോട് ഞാനിങ്ങനെ വൈദ്യന്മാർ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, മോളെ ഏറ്റവും വലിയ വൈദ്യൻ മേലെ ഇരിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് എന്നും നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി, ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞുണ്ടായിക്കോളും എന്ന് പറഞ്ഞു. എനിക്ക് മാതാവിൻ്റെ ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നു. അത് അന്നു മുതൽ ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം എനിക്ക് നല്ലൊരു കൂട്ടുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവളോട് ഞാൻ വിളിച്ച് അവിടെയുള്ള ഡോക്ടേഴ്സിനോട് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് എന്നോട് പറയാമോ എന്ന് ചോദിച്ചു, എന്തായിരിക്കും ഇതിന് വരാൻ പോകുന്ന കുഴപ്പങ്ങൾ എന്നുള്ളത്. അവിടുത്തെ ഡോക്ടേഴ്സും മറ്റൊന്നുമല്ല പറഞ്ഞത്, ഒത്തിരിയേറെ വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് പറഞ്ഞു.
പക്ഷേ അവൾ എന്നോട് പറഞ്ഞു, ഡോക്ടേഴ്സൊക്കെ അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷേ നീ അബോർഷനെക്കുറിച്ച് ചിന്തിക്കണ്ട. നിനക്ക് വൈകല്യമുള്ള കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ, അതിനെ വളർത്താൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ എനിക്ക് തന്നാൽ മതി, ഞാൻ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അത് എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അവൾക്ക് അത്ര നിശ്ചയദാർഢ്യത്തോടെ ആ ഒരു വലിയ തിന്മയെക്കുറിച്ചുള്ള അറിവ് അന്നേ ഉണ്ടായിരുന്നല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ അറിവ് കുറവനെ ഓർത്തും ഞാൻ ദുഃഖിക്കുകയും എന്നാൽ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ അബോർഷനെക്കുറിച്ച് ചിന്തിച്ചേയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പൂർണ്ണ വളർച്ചയെത്തി. കുഞ്ഞ് ഒരു കുഴപ്പവും കൂടാത്ത വളരെ മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ മോളാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഷൈൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ തമ്പുരാൻ്റെ കരുണയെ സ്നേഹമൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ റൂബിയിലൂടെ കേട്ടത്. സെലസ്റ്റ മോളെ, ആൻറ്റി ഒത്തിരി മോളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മോളെ ഓൾട്ടർ സർവീസിലാണെങ്കിലും സൺഡേ സ്കൂളിലൊക്കെ ആണെങ്കിലും ഒക്കെ ഒത്തിരി സന്തോഷത്തോടു കൂടി ഓടി നടക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിനുള്ള പ്രചോദനം അവൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയത്. അവർ തന്നെ, പേരൻസ് തന്നെയാണ് എന്നെ പള്ളിയിലും കൊണ്ടുവന്ന് കഴിവതും എപ്പോഴും കൊണ്ടുപോകാൻ നോക്കുമായിരുന്നു. ആദ്യം ചെറുപ്പത്തിൽ തന്നെ എന്നെ ക്രിസ്ത്യനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നെ മാത്രമല്ല എൻ്റെ സിസ്റ്റേഴ്സിനെയും അവിടുന്ന് എന്നെയും എൻ്റെ സിസ്റ്റേഴ്സിനെയും ഓൾട്ടർ സർവീസിൽ ചേർത്തു. അത് പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ പള്ളിയിൽ എല്ലാ ദിവസവും പോകാനായിട്ട് നമ്മൾ എൻ്റെ അമ്മ ആണെങ്കിലും എൻ്റെ പപ്പയാണെങ്കിലും ഈവൻ എൻ്റെ അങ്കിളാണെങ്കിലും ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. എന്തോരം ലേറ്റ് ആയാലും എങ്ങനെയെങ്കിലും അന്ന് പഠിപ്പിച്ചതൊക്കെ മേ ബി ഹോംവർക്ക് ആയിട്ടാണെങ്കിലും നമ്മൾ ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നീട് നമ്മൾ ഇച്ചിരി കൂടി വലുതായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഓൾട്ടർ സർവീസ് ഫ്രണ്ട്സ് എൻ്റെ ഹെൽപ്പും കൊണ്ട് നമ്മളിങ്ങനെ ജീസസ് യൂത്തിൽ കയറി. ഞാൻ കയറി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഷൈനുവും ജോയിൻ ചെയ്തു. ജീസസ് യൂത്തിൽ നടന്ന കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ്, റിട്രീറ്റ്സ് എല്ലാം നമ്മൾ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് സ്പിരിച്വാലിറ്റിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കുർബാനയുടെ അർത്ഥം പിന്നെയും അറിയാൻ പറ്റി. ആൻഡ് ഇതിനൊക്കെ പോകാനായിട്ട് സപ്പോർട്ട് തന്നത് നമ്മുടെ പേരൻസ് തന്നെ, മമ്മിയും പപ്പയും. ചിലപ്പം ഫ്രൈഡേസിലായിരുന്നു ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പം നമുക്കിങ്ങനെ വല്ല പാർട്ടിയോ വല്ലോ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ തടസ്സം ഉണ്ടാകും. പക്ഷേ അതെല്ലാം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ പേരൻസ് നമ്മളെപ്പോഴും കൊണ്ടുപോയി നമ്മളവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിവതും നോക്കുമായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ വളർന്നു വന്നപ്പോഴത്തേനും അമ്മ ഇങ്ങനെ കൂടുതൽ സെയിൻസിൻ്റെ കാര്യം കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പപ്പയാണെങ്കിലും ഇങ്ങനെ ബൈബിളിലാണെങ്കിലും ചെറിയ ചെറിയ പാരബിൾസ് ഒക്കെ പറഞ്ഞ് നമ്മളെ എക്സാമ്പിൾസ് തരുമായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞതിൽ ഒരു വിശുദ്ധ കൊച്ചു തെരേസ്യ ഭയങ്കരമായിട്ട് എന്നെ മാത്രമല്ല എൻ്റെ സിസ്റ്റേഴ്സിനെയും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിനോട് നന്ദി പറയാനായിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്തുപോലെ ആയിരിക്കും. പക്ഷെ അതൊക്കെ ഒരു സോൾ ഇൻ പർഗട്ടറി, അല്ലെങ്കിൽ നോട്ട് 1 പക്ഷെ മേ ബി ഒരു 100 souls 10,000 souls അങ്ങനെയായിട്ട് സമർപ്പിക്കാനായിട്ട് അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു, പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാനും ഷൈനും കിച്ച് എല്ലാം ചെയ്യുമായിരുന്നു. അതിൻ്റെ ആയിട്ടൊക്കെ നമ്മുടെ പഠിത്തത്തിലും നമ്മുടെ ജീവിതത്തിലുള്ള ഡിഫിക്കൽട്ടി ടൈംസിലൊക്കെ അത് കാണാനുണ്ടായിരുന്നു. കാരണം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അത് ഓരോ സോൾ പർഗട്ടറിയിൽ നിന്ന് ഹെവനിലോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി മാധ്യസ്ഥം ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെയാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ കൂടുന്നത്, നമ്മളെയൊക്കെ വളർത്തിയത്. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ വലിയ ചേട്ടന്മാരോ ചേച്ചിമാരോ എൻ്റെ ആൻറ്റീസ് ആരെങ്കിലും വന്ന് നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ ഒരു നന്മ നിറഞ്ഞ പറയുമ്പോഴെങ്കിലും ചെല്ലാൻ നോക്കും. കാരണം ചിലപ്പം വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പേഴ്സണൽ പ്രയർ ചെയ്യുമ്പോൾ മറന്നു പോയെങ്കിലോ എന്നുള്ളൊരു ഇത്. കാരണം നമ്മൾ ആ സമയം തന്നെ അറ്റ്ലീസ്റ്റ് ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലാൻ നമ്മൾ നോക്കും. റൂബി മുമ്പേ പറഞ്ഞ പ്രഷ്യസ് ആയിട്ടുള്ള മോളാണല്ലോ ഷൈന്. മോളുടെ പേര് പോലെ തന്നെ എപ്പോഴും പ്രകാശിച്ചു നടക്കുന്ന ഒരു കുഞ്ഞായിട്ടാണ് ആൻറ്റിക്ക് അനുഭവപ്പെടാറുള്ളത്. മോളുടെ ആ ഈശോയോടൊത്തുള്ള ആ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ പേരൻസ് എപ്പോഴും നമ്മൾ പള്ളിയിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ക്രിസ്ത്യനും ജീസസ് യൂത്തിനും കാറ്റഗിസത്തിനും ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ തെറ്റ് ചെയ്ത അപ്പം തന്നെ ഈശോയോട് മാപ്പ് ചോദിക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എനിക്കറിയാവുന്നവരാരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും അവരെ തിരുത്താനും
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. എൻ്റെ സ്കൂളിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ക്ലാസ്മേറ്റ്സ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഓൾട്ടർ സർവീസിന് കുർബാനയിൽ സെർവ് ചെയ്യുമ്പം ഈശ്വര കൂടുതൽ അടുക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എക്സാം ഉള്ള സമയത്ത് പോലും നമ്മൾ കുർബാന ഒന്നും മിസ്സാകാറില്ല. അപ്പോഴും നമ്മൾ കുർബാനയ്ക്ക് പോകും. അതുപോലെ തന്നെ ഈശോ ഷൈനിനെ കുറേ ടാലൻറ്റ്സ് കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. അവൾക്ക് നല്ലപോലെ കീബോർഡ് പ്ലേ ചെയ്യാൻ അറിയാം, പാട്ട് പാടും, ആൻഡ് നല്ലപോലെ വരയ്ക്കുകയൊക്കെ ചെയ്യും. എന്ത് വരച്ചാലും അവൾ എപ്പോഴും ഇങ്ങനെ ഡിവൈൻ പിക്ചേഴ്സേ വരയ്ക്കൂ, മാലാഖ, പരിശുദ്ധാത്മാവ്, അങ്ങനെ. അതുമാത്രമല്ല അവൾ നമ്മുടെ റൂമിൽ തന്നെ ഇങ്ങനെ ബൈബിൾ സ്ക്രിപ്ചേഴ്സ് ഇങ്ങനെ എഴുതി വെക്കും. അത് നമ്മൾ രാവിലെ എണീക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അതായിരിക്കും നമ്മൾ ആദ്യം കാണുക. അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ വായിക്കും. ഒരു ഗുഡ് സ്റ്റാർട്ടാണ് ഒരു ദിവസത്തേന്. ക്രിസ്റ്റ, മോളെ ആൻറ്റി ശ്രദ്ധിക്കാറുണ്ട്. മോള് വിശുദ്ധ കുർബാനയിൽ കുടുംബത്തോടൊപ്പം വരുമ്പോഴും ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുന്നതും, അതുപോലെ തന്നെ കൂട്ടായ്മയിൽ മമ്മിയോടൊപ്പം കുഞ്ഞനുജനുമായിട്ട് വരുന്നതും കെയർ ചെയ്യുന്നതും ഒക്കെ ആൻറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട്. മമ്മി എന്താ മോൾക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ? മമ്മി പറഞ്ഞിട്ടുള്ള ഈശോനെ കുറേം കൂടി സ്നേഹിക്കണം, പിന്നെ ലോകം എമ്പാടും വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ പാപങ്ങളുടെ നമ്മൾ കുറേ പാപം ചെയ്യാതിരിക്കണം. പിന്നെ പാപം ചെയ്യുമ്പോൾ എനിക്കെപ്പോഴും കുമ്പസാരിക്കാൻ തോന്നാറുണ്ട്. പിന്നെ മമ്മി പറഞ്ഞിട്ടുണ്ട് ഓരോരോ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി ഇൻറ്റൻഷൻ ചെല്ലണം ഓരോരോ രഹസ്യത്തിന്. പിന്നെ മമ്മി എന്നെ കൊന്തയെല്ലാം പ്രാർത്ഥിച്ചു. കുറേ പ്രാർത്ഥന ചൊല്ലാൻ പപ്പയും മമ്മിയും എന്നെ പഠിപ്പിച്ചു. ഞാൻ ആദ്യമായിട്ട് ഓൾട്ടറിൽ കയറി നിന്നപ്പോൾ ആ സമയത്ത് ഈശോയുടെ അടുത്ത് ഇരിക്കാനുള്ള ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് അതിനൊരു ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പിന്നെ മമ്മി പറഞ്ഞു വലുതാകുമ്പോൾ നല്ലൊരു വിശുദ്ധിയാവണം, പിന്നെ നമ്മൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളെ ഗ്രാൻഡ് പാരൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതുപോലെ നമ്മുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ എല്ലാ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ക്രിസ്റ്റായുടെ പ്രാർത്ഥനാ ജീവിതം നമ്മളിപ്പോൾ കേൾക്കുകയുണ്ടായി. അത് അവളുടെ മാതാപിതാക്കളിലൂടെ കിട്ടിയൊരു പ്രചോദനമാണ്. നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും, ജോലിയുടെ തിരക്കുണ്ടെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും ഒക്കെ മുടങ്ങാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. റുബി, ഈശോയുടെ സ്നേഹവും കരുണയും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ഒത്തിരി അനുഭവങ്ങൾ റുബിയുടെ കുടുംബത്തിലുണ്ടായിട്ടുണ്ടെന്ന് റുബി പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. എൻ്റെ രണ്ടാമത്തെ മോള് ഷൈനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. അവൾക്ക് 1.5 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞാനൊരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൾക്ക് ചിക്കൻ ബോക്സ് വന്നതായിട്ട് കണ്ടു. അപ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും ഡോക്ടർ നിർദ്ദേശിച്ച അനുസരിച്ച് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അന്ന് 3 മണി വരെ ഞാൻ ഉറങ്ങാതെ അവളെ നോക്കി. 3 മണിക്ക് സിബിച്ചൻ ഓഫീസിൽ നിന്ന് വന്ന സമയത്ത് സിബിച്ചൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അന്നും എനിക്ക് നൈറ്റിന് പോകേണ്ടിയിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. 2 മണിക്കൂർ നേരം ഉറങ്ങിയപ്പോഴത്തേക്കും സിബിച്ചൻ എന്നെ വേഗം വന്ന് വിളിച്ചു, പെട്ടെന്ന് എണീറ്റ് കുഞ്ഞിൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി എന്ന്. ആ ഉറക്കത്തിലും എനിക്ക് പെട്ടെന്ന് മനസ്സിലായി കുഞ്ഞിന് പനി കൂടി ഫിറ്റ്സ് വന്നു എന്നുള്ളത്. പെട്ടെന്ന് തന്നെ ഞാൻ ചാടി എണീറ്റ് എനിക്ക് പെട്ടെന്ന് കൊടുക്കുന്ന നമ്മളെ മരുന്ന് കൊടുക്കുകയും തണുത്ത വെള്ളത്തിൽ കഴുകുകയൊക്കെ ചെയ്തെങ്കിലും ഒരനക്കവും ഉണ്ടായില്ല. കുഞ്ഞിങ്ങനെ അനങ്ങാതെ കണ്ണൊക്കെ മേലോട്ട് മലച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാൻ ആ ഇട്ട ഡ്രസ്സും കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഓടി വഴിയിലിറങ്ങി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് വണ്ടിയൊന്നും കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ എൻ്റെ കരച്ചിലും ഓട്ടോ ഇവരെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കരച്ചിലും ഓട്ടവും കണ്ടുകൊണ്ട് ഏതോ ഒരു അയാളുടെ വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത് നിർത്തി കയറാൻ പറഞ്ഞു. ഞങ്ങളതിൽ കയറി ഒരു 20 മിനിറ്റോളം എടുത്തു ഹോസ്പിറ്റലിൽ എത്താനായിട്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും കുഞ്ഞാകെ കരിനീലച്ച് കറുത്ത് ഒരു അനക്കവും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ എമർജൻസിയിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ കിടത്തി. എൻ്റെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട പോലെ ആയിരുന്നു. ഞാൻ വളരെ അധികം അലമുറയിട്ട് കരയുമായിരുന്നു. ആ സമയത്ത് ഒരു നേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കരയണ്ട, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടി കിടക്കുമെന്നുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതരം കൊണ്ട് ആ വചനം ഏറ്റു പറയാൻ പറ്റിയ അവസ്ഥയല്ലായിരുന്നു. ഞാൻ അലമുറയിട്ട് കരയുമായിരുന്നു. എങ്കിലും ആ വചനം എൻ്റെ ഹൃദയത്തിൽ കിടന്ന് ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്നു. അതെൻ്റെ ഉള്ളിൽ വലിയൊരു പ്രാർത്ഥനയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു
ലേഡി ഡോക്ടർ കടന്നു വരികയും കുഞ്ഞിന് കൊടുത്ത മരുന്നിന് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയുകയും ചെയ്തു. അപ്പോൾ നേഴ്സുമാർ പറഞ്ഞു, കുഞ്ഞു കൊച്ചല്ലേ, രണ്ടാമത് ഒരു ഡോസും കൂടെ കൊടുത്താൽ അത് ഓവറായി പോകത്തില്ലേ, അതുകൊണ്ട് കൊടുക്കണമെന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ഏതായാലും പ്രതീക്ഷ വിട്ട് കേസാണല്ലോ, നിങ്ങളൊന്നും കൂടെ കൊടുത്തു, രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, പോയെങ്കിൽ ഇത് കൂടുതലൊന്നും സംഭവിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞു. അവരെ കൊണ്ട് രണ്ടാമത് മരുന്ന് കൊടുപ്പിച്ചു. കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞ് കാലനക്കി മെല്ലെ മെല്ലെ നോർമൽ അവസ്ഥയിലേക്ക് കുഞ്ഞ് കടന്നു വന്നു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, എൻ്റെ അടുത്തേക്ക് ആ വചനം പറയാനായിട്ട് ദൈവമായിട്ട് അയച്ച ദൂതനാണ് നേഴ്സ്. ആ വചനത്തിൻ്റെ ശക്തിയിലൂടെയാണ് മോക്ക് രോഗസൗഖ്യം കിട്ടിയതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കടന്നു വന്ന ലേഡി ഡോക്ടർ പരിശുദ്ധ അമ്മയായിരിക്കാം. ഞാൻ അത് അങ്ങനെ വിശ്വസിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും രുചിച്ചറിയാൻ ദൈവം തന്ന അവസരത്തെ, അതിലൂടെ എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യവും പുതിയൊരു ജീവനും നൽകിയ എൻ്റെ ദൈവത്തിന് ഞാൻ ഇന്നും നന്ദി പറയുന്നു. റൂബി ഒരു നേഴ്സായിരുന്നിട്ടും മറ്റൊരു നേഴ്സിൻ്റെ സാമീപ്യവും ആ വചനത്തിൽ ആഴമായുള്ള വിശ്വാസത്തോടുകൂടി ആ മകളുടെ പ്രാർത്ഥനയും അത് റൂബിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ റൂബി അനുഭവിച്ചറിഞ്ഞ ആ രോഗസൗഖ്യമൊക്കെ നമ്മളിപ്പോൾ കേൾക്കുകയുണ്ടായി. നമ്മുടെ ജോലി മേഖലയിലും ഇതുപോലെ വരുന്ന സന്ദർഭങ്ങളെ നമുക്ക് പാഴാക്കി കളയാതിരിക്കാം. സിബിച്ചൻ്റെ ജീവിതത്തിൽ തിരുവചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ സന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ റൂബി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? റൂബി 4ാമത്തെ കൊച്ചിന് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. 3 പിള്ളേർ സ്കൂളിൽ പഠിക്കുന്നു. റൂമിൻ്റെ ആണെങ്കിൽ എഗ്രിമെൻ്റ് തീർന്നു. ആ ബിൽഡിംഗ് വിട്ട് വേറെ സ്ഥലത്തോട്ട് മാറി താമസിക്കണം. സാമ്പത്തികമായിട്ടും വലിയ പ്രശ്നം. വീട്ടിൽ വന്നിട്ട് എങ്ങനെ പറയും ജോലി നഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ വീട്ടിൽ വന്ന് പറഞ്ഞപ്പം റൂബി പറഞ്ഞു, കുഴപ്പമില്ല, ദൈവം നോക്കിക്കോളും, എന്തെങ്കിലും വഴി കാണും, നമുക്ക് അങ്ങനെ മുമ്പോട്ട് പോകാം. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ദൈവത്തിൽ കൂടുതൽ അടുക്കാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും പിള്ളേരെ കൊണ്ട് പള്ളിയിൽ പോകാനും അങ്ങനെ ദൈവത്തിൽ കൂടുതൽ അടുക്കാനുള്ള അവസരം കിട്ടി. അതിനിടയ്ക്ക് മോനുണ്ടായിക്കഴിഞ്ഞ് മോനെ 1.5 വർഷം ബേബി സിറ്റിങ് വിടാണ്ട് ഞാൻ തന്നെയാണ് നോക്കിയത്. എൻ്റെ ജോലി നഷ്ടപ്പെട്ടാലും ദൈവം വേറൊരു വഴിയിൽ കൂടെ റൂബിയുടെ ശമ്പളം ഡബിളാക്കി തന്നു. അങ്ങനെ അത്യാവശ്യം പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ മുമ്പോട്ട് പോയി. ഞാനും മോനും തന്നെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് വചനം വായിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ വചനം വായിക്കാൻ ആദ്യമൊക്കെ എനിക്ക് ഈ ബൈബിൾ വായിക്കുന്ന സമയത്ത് എല്ലാം ഞാൻ മിസ്റ്റേക്കാണ് വായിച്ചുകൊണ്ട്, എനിക്ക് ശരിക്കും ക്ലിയറായി കിട്ടുന്നുണ്ടായിരുന്നില്ല. ബൈബിൾ വായിക്കുമ്പോൾ ചെറിയ അക്ഷരമല്ലേ, എപ്പോഴും തപ്പി കുറേ തെറ്റുകളൊക്കെ വായിക്കുക. പിള്ളേരൊക്കെ ഇപ്പോഴും ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതൊരു വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെയും മൊത്തം ബൈബിൾ വായിക്കാനുള്ള ഒരു താല്പര്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും മിസ്റ്റേക്കാണ് വായിച്ചുകൊണ്ട്. പക്ഷേ മോൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ മോൻ കിടന്നുറങ്ങും, ഞാനിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വായിച്ച് പിന്നെ എനിക്ക് ഒരു തടസ്സവും ഇല്ലാണ്ട് ശരിക്കും കാണാം, നല്ല രീതിയിൽ വായിക്കാൻ പറ്റി. അങ്ങനെ ബൈബിൾ വായിച്ച് തീർന്നു. അന്ന് എനിക്ക് കോൾ വന്നു, നാളെ വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് ജോലിക്ക്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടി. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് നല്ലതിനു വേണ്ടിയായിരുന്നു. ദൈവത്തിൽ കൂടുതൽ അടുക്കാനും ഇപ്പം പള്ളിയിലാണെങ്കിലും മിക്ക ദിവസവും പള്ളിയിൽ പോവും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വോളണ്ടിയറിങ്ങും എല്ലാം ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് ദുബായ് പള്ളിയിൽ. 1 പത്രോസ് 1-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾ ക്ലേശിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഈ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏശയ്യ 30:20-21. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ
നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് നിന്റെ കാതുകൾ ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അതേ കൂട്ടുകാരെ, ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ആ കുടുംബത്തെ എത്ര മനോഹരമായിട്ടാണ് ഈശോ മുന്നോട്ട് നയിച്ചതല്ലേ. അതുപോലെ തന്നെ തങ്ങളുടെ മക്കളെ വിശ്വാസത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ റൂബിയും സിബിയും കാണിക്കുന്ന തീഷ്ണത നാം ഓരോരുത്തർക്കും ഒരു മാതൃകയാകേണ്ടത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ പോലുള്ള നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം രാത്രിയും പകലും മാറി മാറി വരുന്ന ഡ്യൂട്ടി കാരണം പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചോ നമ്മുടെ കുടുംബത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചോ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ കാനായിലെ കല്യാണ വിരുന്നിൽ മധ്യസ്ഥം വഹിച്ച നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് നമ്മുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന കുറവുകൾ നികത്തിത്തരുമെന്ന് നാം എപ്പോഴും ഓർക്കണം. ഓരോ ദിവസവും ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ നമ്മെയും നമ്മുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സക്കറിയ 9:8 പറയുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ചുറ്റും കർത്താവ് പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി എൻ്റെ കുടുംബത്തെ കീഴടക്കാനാവുകയില്ല. കർത്താവിൻ്റെ കണ്ണ് എൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ട്. മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായേലും വിശുദ്ധ റപ്പായേലും വിശുദ്ധ ഗബ്രിയേലും നമുക്ക് ചുറ്റും കാവലായിരിക്കട്ടെ. അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സസിനെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.